കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന സന്തോഷാണ് കൊല്ലപ്പെട്ടത്. അതിക്രൂരമായാണ് സന്തോഷിനെ ഗുണ്ടാ സംഘം വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. വീടിന് നേരെ തോട്ടയെറിഞ്ഞ് വാതിൽ തകർത്ത ശേഷം അകത്ത് കടന്ന ഗുണ്ടാ സംഘം സന്തോഷിന്റെ കാല് ചുറ്റിക കൊണ്ട് അടിച്ചു തകർത്തു. വവ്വാക്കാവ് സ്വദേശി അനീറിനെയും സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. ആ ഭയാനകമായ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് അരുൺ രാജ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, രാവിലെ തന്നെ ഒരു അതിക്രൂരമായ കൊലപാതകത്തിന്റെ വിവരമാണല്ലോ കൊല്ലത്തുനിന്ന് വരുന്നത്. ഇത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയുടെയും കുടിപ്പകയുടെയും ഒക്കെ ഭാഗമായ കൊലപാതകം തന്നെയാണോ? എന്താണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, അരുൺ? വിജയകുമാർ, കരുനാഗപ്പള്ളി ഓച്ചിറ വവ്വാക്കാവ് മേഖല കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ഗുണ്ടാ സംഘങ്ങൾ വിളയാടുന്നു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചത് ചെറിയ വിവരമല്ല, നേരത്തെ തന്നെ ഉള്ളതാണ്. നമ്മൾ തന്നെ പലതവണ വാർത്തകൾ കൊടുത്തതാണ്. ഈ ജിം സന്തോഷ് 2024 നവംബറിൽ ഒരു ഗുണ്ടാ നേതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ്. ഈ സന്തോഷിന്റെ വീടിനാണ് ഇന്ന് പുലർച്ചെ 2:30 ഒരു സംഘം എത്തുകയും ഈ വീടിന് നേരെ തോട്ടയെറിഞ്ഞ ശേഷം വൈദ്യുതി വിച്ഛേദിച്ച് അകത്ത് കടന്നു. തുടർന്നാണ് ഈ അമ്മയും സന്തോഷും മാത്രമാണ് ഉണ്ടായിരുന്നത്. സന്തോഷിനെ കൂടം കൊണ്ട് കാലിനെ അടിച്ച് തകർക്കുകയായിരുന്നു. സന്തോഷിന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. തുടർന്ന് സന്തോഷിന്റെ കൈക്ക് ഒരു ഭാഗത്ത് വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വീടിന്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം. തോട്ടയെറിഞ്ഞ് കതക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഈ അക്രമി സംഘം അകത്ത് കടന്നത്. ഈ സന്തോഷുമായി നേരത്തെ തന്നെ വിരോധമുള്ള സംഘമാണ് ഈ അക്രമത്തിന് പിന്നിൽ ഉള്ളതെന്നാണ് പോലീസ് ഇക്കട്ടത്തിൽ സംശയിക്കുന്നത്. പോലീസ് ലഭിച്ച വിവരവും അത്തരത്തിലാണ്. ഈ കൊലപാതകത്തിന് ശേഷം ഈ സംഘം മടങ്ങിപ്പോകുന്നതിന് വഴിയിലാണ് വവ്വാക്കാവ് സ്വദേശി അനീറിന് നേരെ അക്രമം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അനീറിനെ ഈ മുന്നോട്ട് പോയ വാഹനം റിവേഴ്സ് എടുത്ത് വന്ന് പിന്നീട് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷി അടക്കം നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ കാലിലും അതുപോലെ തന്നെ അനീറിന്റെ ദേഹത്തും ഗുരുതരമായ രീതിയിൽ പരിക്കുകളുണ്ട്. അനീറിനെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വവ്വാക്കാവ് അതുപോലെ തന്നെ കായംകുളം അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗുണ്ടാ സംഘങ്ങൾ അടക്കമുള്ള കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നേരത്തെ നമ്മൾ ഈ സന്തോഷിന്റെ സുഹൃത്ത് ഈ ആംബുലൻസ് ഡ്രൈവറും നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ 2:45 തനിക്കൊരു ഫോൺ കോൾ എത്തുന്നത്. സന്തോഷിന്റെ ഫോണാണ് എത്തിയത്. ഈ ഫോണിൽ സന്തോഷ് പറഞ്ഞത് തന്നെ ഒരു സംഘം കൊല്ലാൻ എത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കുകയും ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇവിടെ എത്തുകയും ഈ എത്തുന്ന സമയത്ത് കണ്ട കാഴ്ച ഈ വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സന്തോഷിനെയാണ്. ഈ കാൽ മാത്രമാണ് പുറത്തേക്ക് ഉണ്ടായിരുന്നത്. ആ കാലിന്റെ ദൃശ്യങ്ങൾ പോലും ഭയാനകമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. എന്തായാലും ഈ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് സന്തോഷിന്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. ഈ മരണ കാരണം അത് എന്തെന്ന കാര്യത്തിലടക്കം പോസ്റ്റ്മോർട്ടം അടക്കം നടപടികളായിരിക്കും ഇനി പൂർത്തിയാകേണ്ടത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ സ്ഥലം പൂർണ്ണമായും സീസ് ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് സംഘമടക്കം എത്തിയായിരിക്കും ശേഷം പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ അടക്കമുള്ള സംഘം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഗുണ്ടാ സംഘങ്ങൾ അതുപോലെ തന്നെ ഈ കുടിപ്പകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ തിരക്കുന്നുണ്ട് പോലീസ്. ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പോലീസിന് മുമ്പിലുണ്ട്. അത് ഈ ഓച്ചിറ ഭാഗത്തുള്ള ചില സംഘങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഈ നേരത്തെ ഉണ്ടായ കലഹം അതെല്ലാം തന്നെ പോലീസിന്റെ പരിശോധനയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു പ്രതി ആരെ എന്ന കാര്യത്തിൽ ഈ പ്രതികൾ ആരെ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഒരു സംഘം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സന്തോഷിന്റെ മൊഴി. അത് മരണമൊഴിയായി തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം സുഹൃത്തിനോട് പറഞ്ഞ മൊഴിയാണ് അത്. അതിൽ പറയുന്നത് 2-ലധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഈ സന്തോഷിനെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യമുള്ളവരാണ് ഇവിടേക്ക് എത്തിയത് എന്ന വിവരം കൂടി പോലീസിന് മുമ്പാകെ സുഹൃത്ത് പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് വൈദ്യുതി വിച്ഛേദിച്ച് തോട്ടയെറിഞ്ഞ് വീട്ടിനുള്ളിൽ കടന്ന് കാല് കൂടം കൊണ്ട് അടിച്ചു തകർത്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട സന്തോഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തുടർന്ന് ഇവിടുന്ന് പോകുന്ന വഴിയിലാണ് അനീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കായംകുളത്തെ മറ്റൊരു വധശ്രമ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന സൂചന കൂടി പുറത്തേക്ക് വരുന്നു. അതും ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇക്കട്ടത്തിൽ സംശയിക്കുന്നതിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്നാണ് അരുൺ രാജ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാവിലെ തന്നെ വരുന്നത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഒരു ക്രൂര കൊലപാതകം അവിടെ കൊല്ലത്ത് നടന്നു എന്നതാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അരുൺ രാജ് നൽകിയത്.